100 കോടിയിലധികം രൂപ വിലമതിക്കുന്ന ഒരു യാത്രാ വിമാനം ഒരു ദശാബ്ദത്തിലധികം കാലം വെയിലും മഴയും കൊണ്ട് വിമാനത്താവളത്തിനുള്ളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുകയും യാതൊരു രേഖകളിലും ഉൾപ്പെടാതെ അപ്രത്യക്ഷമാവുകയും ചെയ്യുക എന്നത് കേട്ടുകേൾവി പോലുമില്ലാത്തതാണ്. സംഭവം നടന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമയാന വിപണികളിലൊന്നായ ഇന്ത്യയിലാണ്. വിഷയം വെളിപ്പെട്ടതോടെ എയർ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വിചിത്രവും ലജ്ജാകരവുമായ ഒരു അധ്യായമായി ഇത് മാറി. കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 12 വർഷക്കാലം രേഖകളിൽ നിന്ന് പൂർണ്ണമായും മാഞ്ഞുപോയ നിലയിൽ കിടന്ന ഒരു ബോയിങ് 737-200 വിമാനത്തിൻ്റെ കഥയാണിത്. ഒരു വിമാനം കേവലം ഒരു വസ്തുവല്ല, മറിച്ച് കോടിക്കണക്കിന് രൂപയുടെ മൂലധനമാണ്. അത്തരമൊരു ഭീമൻ ആസ്തി എങ്ങനെയാണ് ഒരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ കണക്ക് പുസ്തകങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിസ്മരിക്കപ്പെട്ടത്? കാണാതായ വിമാനം ഒരു പുതിയ മോഡലായിരുന്നില്ല. 4 പതിറ്റാണ്ടിലധികം പഴക്കമുള്ള VT-EGD എന്ന രജിസ്ട്രേഷനിലുള്ള ബോയിങ് 737-200 വിമാനമായിരുന്നു. 1982 ഇന്ത്യൻ എയർലൈൻസിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഈ വിമാനം രാജ്യത്തെ വ്യോമയാന മേഖലയുടെ വളർച്ചയുടെ ഒരു നേർസാക്ഷിയായിരുന്നു. തുടക്കത്തിൽ ഇന്ത്യൻ എയർലൈൻസിൻ്റെ പ്രധാന യാത്രാ സർവീസുകളിൽ ഉപയോഗിച്ച വിമാനം പിന്നീട് സബ്സിഡിയറിയായ അലൈൻഡ് എയറിന് കൈമാറി. ഒടുവിൽ 2012 സർവീസ് നിർത്തുന്നതിന് മുമ്പ് ഇത് തപാൽ കാർഗോ സർവീസുകൾക്കായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. വിമാനത്തിൻ്റെ അവസാനത്തെ യാത്രയും വിശ്രമ കേന്ദ്രവും കൊൽക്കത്ത വിമാനത്താവളത്തിലെ ഏപ്രണിലെ ഒരു വിദൂര കോണിലായിരുന്നു. ഇവിടെ നിന്നാണ് VT-EGDയുടെ അപ്രത്യക്ഷമാകൽ ആരംഭിക്കുന്നത്. സർവീസ് നിർത്തിയ ശേഷം ഇതിനെക്കുറിച്ചിട്ടുള്ള രേഖകൾ, പ്രത്യേകിച്ചും എയർലൈനിൻ്റെ ആസ്തി രജിസ്റ്ററിൽ നിന്ന് എങ്ങനെയോ പൂർണ്ണമായി വിട്ടുപോയി. ഒരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ഒരു വിമാനം പോലെ ശ്രദ്ധേയമായ ഒരു ആസ്തി കേവലം ഒരു എൻട്രി ഡിലീറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് എങ്ങനെ അപ്രത്യക്ഷമാവും എന്ന് ഇന്നും അമ്പരപ്പിക്കുന്നൊരു ചോദ്യമാണ്. ഈ വിസ്മരണത്തിന് പ്രധാന കാരണമായി എയർ ഇന്ത്യ CEO പോലും ആഭ്യന്തരമായി സമ്മതിച്ചത് 2021 മുതൽ 2023 വരെ നടന്ന സ്വകാര്യവൽക്കരണ പ്രക്രിയയാണ്. പൊതുമേഖലാ സ്ഥാപനമായ എയർ ഇന്ത്യയെ ടാറ്റ ഗ്രൂപ്പിന് കൈമാറിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കൈമാറ്റങ്ങളിലൊന്നായിരുന്നു. ഇത്തരം വൻകിട കൈമാറ്റങ്ങൾ നടക്കുമ്പോൾ കോടിക്കണക്കിന് വരുന്ന ആസ്തികളുടെയും ബാധ്യതകളുടെയും വിശദമായ ഓഡിറ്റിങ്ങും രേഖാപരിശോധനകളും നടക്കാറുണ്ട്. ഈ തിരക്കിട്ട കൈമാറ്റ പ്രക്രിയകൾക്കിടയിൽ കൊൽക്കത്തയിൽ വിശ്രമത്തിലായിരുന്ന ഈ പഴയ 737 വിമാനം ആസ്തി രജിസ്റ്ററിൽ നിന്ന് അവിശ്വസനീയമാം വിധം വിട്ടുപോവുകയായിരുന്നു. ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുക്കുമ്പോൾ അവരുടെ കണക്കുകളിലും ഈ വിമാനം ഉണ്ടായിരുന്നില്ല. ചുരുക്കത്തിൽ എയർ ഇന്ത്യയുടെ ബാലൻസ് ഷീറ്റിൽ നിന്നും വിമാനത്തിൻ്റെ മൂല്യമായ 100 കോടി രൂപ പൂർണ്ണമായും മാഞ്ഞുപോയിരുന്നു. വിമാനത്താവള അധികൃതർ പതിവായി എയർ ഇന്ത്യക്ക് പാർക്കിംഗ് ഫീസ് ഇനത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ബില്ലുകൾ അയച്ചെങ്കിലും ഇങ്ങനെയൊരു വിമാനം ഞങ്ങളുടെ രേഖകളിൽ ഇല്ല എന്ന മറുപടി നൽകി എയർലൈൻ അധികൃതർ അത് പാടെ തള്ളിക്കളയുകയായിരുന്നു. കാരണം ആരും രേഖകളിൽ നോക്കുമ്പോൾ ഈ വിമാനം അവിടെയില്ല. അതുകൊണ്ട് തന്നെ ആർക്കും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായും വന്നില്ല. അനാഥമായി കിടക്കുന്ന ഈ വിമാനത്തിൻ്റെ കഥ പുറത്തു വരുന്നത് 2025 പകുതിയോടെയാണ്. കൊൽക്കത്ത വിമാനത്താവളത്തിൻ്റെ വികസന പദ്ധതികൾക്കായി നിലവിലുള്ള പാർക്കിംഗ് ഏരിയയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. ഈ സമയത്താണ് ഉപയോഗശൂന്യമായ പഴയ 737 വിമാനം നീക്കം ചെയ്യാൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എയർ ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത്. ഒരു വിമാനം നീക്കാനുള്ള ആവശ്യം വന്നപ്പോൾ മാത്രമാണ് എയർ ഇന്ത്യയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായത്. ഏത് വിമാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നറിയാതെ നടത്തിയ വിശദമായ ഫയൽ പരിശോധനകളിലൂടെയാണ് 12 വർഷമായി എല്ലാവരും മറന്നുപോയ ആ VT-EGD ബോയിങ് 737 ഇപ്പോഴും തങ്ങളുടേതാണെന്ന് എയർ ഇന്ത്യ തിരിച്ചറിയുന്നത്. സംഭവം ലോകശ്രദ്ധ നേടിയതോടെ എയർ ഇന്ത്യ CEO ക്യാംബെൽ വിൽസൺ ആഭ്യന്തരക്കുറിപ്പിൽ ഇതൊരു അസാധാരണ സംഭവമാണെന്നും സ്വകാര്യവൽക്കരണ സമയത്ത് വിമാനത്തിൻ്റെ ട്രാക്ക് നഷ്ടപ്പെട്ടതാണെന്നും സമ്മതിച്ചു. ഒരു പ്രമുഖ എയർലൈനിന് തങ്ങളുടെ ആസ്തികളിന്മേൽ ഉണ്ടായിരുന്ന നിയന്ത്രണക്കുറവിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇത് മാറുകയായിരുന്നു. ഈ വിമാനം എങ്ങനെ നീക്കം ചെയ്തു എന്നതും ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. നേരത്തെ 2019 മറ്റൊരു എയർ ഇന്ത്യ വിമാനം റോഡ് മാർഗം കൊണ്ടുപോകുന്നതിനിടയിൽ ദുർഗാപൂരിലെ ഒരു പാലത്തിൽ കുടുങ്ങിയത് വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ VT-EGD വിമാനത്തിൻ്റെ നീക്കം അതീവ ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്തത്. വിമാനത്താവളത്തിൽ വെച്ച് തന്നെ ചിറകുകൾ, എഞ്ചിനുകൾ, വാൽഭാഗം എന്നിവ അതിവിദഗ്ധമായി വേർപെടുത്തി. വിമാനത്തിൻ്റെ പ്രധാന ഭാഗം പോലും 3 വലിയ കഷണങ്ങളാക്കി മാറ്റി. കുറഞ്ഞ ഉയരമുള്ള പാലങ്ങളും ഇടുങ്ങിയ റോഡുകളും ഒഴിവാക്കി NH-16, NH-48 ദേശീയപാതകൾ വഴി കനത്ത പോലീസ് അകമ്പടിയോടെ ട്രെയിലറുകളിൽ കയറ്റിയാണ് വിമാനങ്ങൾ 1600 കിലോമീറ്റർ അകലെയുള്ള ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയത്. ബംഗളൂരുവിലെ എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡിൻ്റെ പരിശീലന കേന്ദ്രത്തിലാണ് വിമാനം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനി ഇത് പൊളിച്ചു വിൽക്കുകയല്ല, മറിച്ച് എഞ്ചിനീയർമാർക്കും ടെക്നീഷ്യന്മാർക്കുമുള്ള പരിശീലനത്തിനായി ഉപയോഗിക്കുന്ന ഒരു പൂർണ്ണതോതിലുള്ള മാതൃകയായി മാറും. വിമാനം നീക്കം ചെയ്തതോടെ വിമാനത്താവളത്തിന് കെട്ടിക്കിടന്ന കോടിക്കണക്കിന് രൂപയുടെ പാർക്കിംഗ് കുടിശ്ശികയും ലഭിച്ചു. എയർ ഇന്ത്യയുടെ മറന്നുപോയ ഈ വിമാനം
ഒരു ചിരിപ്പിക്കുന്ന കഥ എന്നതിലുപരിയായി വലിയൊരു പാഠമാണ് നൽകുന്നത്. വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് അവരുടെ ആസ്തികൾ, പ്രത്യേകിച്ചും ഉപയോഗശൂന്യമായവ കൃത്യമായി രേഖപ്പെടുത്തുന്നതിലും നിരീക്ഷണത്തിലാക്കുന്നതിലും വരുന്ന വീഴ്ചയുടെ ചിത്രം ഇത് തുറന്നു കാട്ടുന്നു. സ്വകാര്യവൽക്കരണം പോലെയുള്ള വലിയ മാറ്റങ്ങൾ വരുമ്പോൾ രേഖാപരമായ കൃത്യതയുടെ പ്രാധാന്യം എത്ര വലുതാണെന്ന് ഈ സംഭവം അടിവരയിടുന്നു. കോടിക്കണക്കിന് രൂപയുടെ ഒരു ആസ്തിക്ക് 12 വർഷം അജ്ഞാതവാസം അനുഭവിക്കേണ്ടി വന്നു എന്നത് അവിശ്വസനീയമായ ഒരവസ്ഥയാണ്. ഇത് കൃത്യമായ ഡേറ്റാബേസുകളുടെയും ഓഡിറ്റിങ്ങിൻ്റെയും ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിൽ ഈ സംഭവം ഒരു അസാധാരണ ഏടായി രേഖപ്പെടുത്തുമെന്നതിൽ സംശയമില്ല. എന്നാൽ ഇത് കേവലം ഒരു വിമാനത്തിൻ്റെ കഥയല്ല, മറിച്ചൊരു വലിയ സ്ഥാപനത്തിൻ്റെ ഓർമ്മക്കുറവ് എങ്ങനെ കോടികളുടെ നഷ്ടത്തിലേക്ക് നയിക്കാം എന്നതിനെക്കുറിച്ചിട്ടുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ്.